रत्नाकरधौतपदां हिमालयकिरीटिनीं रत्नाकरधौतपदां हिमालयकिरीटिनीं ब्रह्मराजर्षिरत्नाढ्यां ब्रह्मराजर्षिरत्नाढ्यां वन्दे भारतमातरां वन्दे भारतमातरां वन्दे പാട്ടിന്റെ പല്ലവിയാണ് ചാലത്തിൽ നിന്ന് തുടങ്ങി പല്ലവിയിലേക്ക്. തീർച്ചയായിട്ടും അടുത്ത ഒരു പാട്ട് പാടുമ്പോൾ എല്ലാവരോടും ഒരു അഭ്യർത്ഥനയുള്ളത്, ഒരുമിച്ച് നമുക്ക് ഒറ്റയ്ക്ക് പാടുന്നതിനേക്കാളും ഒരുമിച്ച് ഏറ്റുപാടുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗാനത്തിന് കൂടുതൽ മാധുര്യവും ഒരു എനർജിയും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ കൂടെ എല്ലാവരും ഏറ്റുപാടും എന്ന് വിശ്വസിച്ചുകൊണ്ട് സുഖതമാം പ്രത്യാഗമം ഇരുൾ മറച്ചൊരു സൂര്യ തേജസ്സൊളി പരത്തും ശുഭദിനം അമൃത കലശം പേരയെത്തും ദേവതാഗണ സംഗമം അമൃത കലശം പേരയെത്തും ദേവതാഗണ സംഗമം വരിക കോട്ടായാതി മനസ്സിൽ പന്തകം വരവേൽക്കുവാൻ വരിക കോട്ടായാതി മനസ്സിൽ പൊൻരഥം വരവേൽക്കുവാൻ പൊൻരഥം വരവേൽക്കുവാൻ ഭാർഗവൻ മഴുവാൽ സമുദ്രം വെട്ടി നീക്കിയ പൗരുഷം ശങ്കരൻ സർവജ്ഞ പീഠം കയറി നിന്നൊരു വൈഭവം ഭേദഭാവന പെഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന ഭേദഭാവന പെഴുതെറിഞ്ഞൊരു ഗുരുജനത്തിൻ സാധന വരിക കോട്ടായാതി മനസ്സിൽ പൊൻരഥം വരവേൽക്കുവാൻ വരിക കോട്ടായാതി മനസ്സിൽ പൊൻരഥം വരവേൽക്കുവാൻ പൊൻരഥം വരവേൽക്കുവാൻ. നമസ്കാരം. തെലുങ്ക് സൗഹൃദ സംഗമങ്ങൾ അതിലെ 9ാമത്തെ പതിപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ഇന്ന് വൈകുന്നേരം ഗുരുവായൂർ വെസ്റ്റ് നടയിൽ 11ാം പതിപ്പ് നാളെ ആവണിശ്ശേരി പഞ്ചായത്തിലും അങ്ങനെ ഏതാണ്ട് 41-42 പഞ്ചായത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും കൊടുങ്ങല്ലൂർ അസംബ്ലി മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തും ചെയ്തു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 10ാമത്തതാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 9ാമത്തെ പതിപ്പാണ്. എല്ലാ പഞ്ചായത്തിലും പോയി രാഷ്ട്രീയം പറയേണ്ടി വരുന്നു. വികസനം സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയത്തിലൂടെ ഒരുപക്ഷെ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച് വികസനോന്മുഖമായ ചില പ്രഖ്യാപനങ്ങൾ, അത് നമ്മുടെ കാഴ്ചപ്പാട്, വിഷൻ എന്താണ് പ്രജകൾക്കുള്ള സമ്മാനമായി ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന
പ്രജാതന്ത്രത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ രാജനീതി അല്ലെങ്കിൽ ഡെമോക്രസി അതിന് മര്യാദ കൽപ്പിക്കുന്ന രീതിയിൽ വാക്ക് പാലിക്കുക എന്നതിനപ്പുറം എന്ത് തരത്തിലാണോ വാഴ്ത്തപ്പെട്ട് വോട്ട് നേടി ഭൂരിപക്ഷം, അത് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമായാലും ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ വാക്ക് കൊടുത്തതിന് അത് പാലിക്കുന്നതിന് വേണ്ടി എന്നതല്ല, വാക്ക് കൊടുക്കുന്നതിന് അപ്പുറവും ഇപ്പുറവുമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്ന വലിയൊരു കാര്യം. അത് നിർവഹിക്കപ്പെട്ടോ എന്ന് നമുക്കൊരു പിന്നോട്ട് ഒരു പാച്ചിൽ നടത്തി അവലോകനം നടത്തി മനസ്സിലാക്കി ഏത് വഴി നമുക്ക് നഷ്ടപ്പെട്ട ഒരു വസന്തം ഇനി മുന്നോട്ടൊരു വോട്ട് വഴി എങ്ങനെ നമുക്ക് ആ വസന്തം പുഷ്പിതമാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്ന കണക്കൂട്ടൽ വോട്ട് ചെയ്യുന്ന പ്രജയ്ക്കില്ലെങ്കിൽ പ്രജാതന്ത്രത്തിന് മൂല്യമില്ല. ഞാൻ ഈ പ്രജ എന്ന് പറയുന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചു. കാരണം അത് വല്ലാണ്ട് ഈ പറയുന്ന മതേതരത്വം അഭിനയിച്ച് നടക്കുന്നവർ അവർക്ക് ആ വാക്ക് വലിയ അസുഖമാണ്. എന്താണ് പ്രജയിൽ കുഴപ്പം? പ്രജാതന്ത്രം എന്നാണ് പറയുന്നത്. ഉടനെ ഇപ്പുറത്തെ ഒരു രാജാവെന്നല്ല. ഗവർണൻസിലെത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തില് തെരഞ്ഞെടുക്കപ്പെടുന്നയാളാണ് പണ്ട് രാജാക്കന്മാർ ചെയ്തതിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ രാജാവെന്ന് നമ്മളിപ്പോ പറയാം, ജനപ്രതിനിധിയും ആ പ്രതിനിധിയുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ എല്ലാ ആവശ്യങ്ങൾക്കുമല്ല, പക്ഷെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാൻ യോഗ്യരായ പ്രജകൾ. ഇത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ എന്താണ് കുറെ കാലമായിട്ട് രാജ്യം പ്രജാതന്ത്രത്തിന്റെ കാര്യത്തിലായാലും ലോകത്തോട് കിടപിടിക്കുന്ന തരത്തിൽ മുന്നേറ്റങ്ങളൊക്കെ നടത്തുമ്പോഴും ഇപ്പോഴും പഴയ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു ആയുധം എടുത്തു വെച്ച് മാത്രമേ മുന്നോട്ട് ഗതിയുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വക്ര രാഷ്ട്രീയ സംഘങ്ങൾക്ക് ആ വാക്കെടുത്ത് നിങ്ങളെ വഴി തെറ്റിച്ചേ മതിയാവൂ എന്ന് പറയുന്ന നിശ്ചയമാണ്. അത് നമ്മൾ വില കൽപ്പിക്കേണ്ടതില്ല. അപ്പോൾ പ്രജാതന്ത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് വാഗ്ദാനങ്ങൾക്കപ്പുറമാണ്, ഇപ്പുറവും. ഇത്രയും കാലം വാഗ്ദാനങ്ങൾ തന്നു പോയവർ എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, അത് നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം ബാധിച്ചു. പുതുതായിട്ട് ഒരു MP-യെ കിട്ടിയപ്പോൾ അയാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ സാങ്കേതികത പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് അത് നടത്തിയെടുക്കുന്നതിന് ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ വികസനത്തിന്, നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗതിക്കും അതിന്റെ കടക്കിൽ കത്തിവെക്കുന്നതിന് തുല്യമാണെങ്കിൽ എന്റെ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിനെതിരെ നിൽക്കുന്നവരുടെ നേരെ നിങ്ങളുടെ മുഷ്ടിയോ ഈ ചൂണ്ടുകൾ ഇതെന്തിനാണ് നിങ്ങൾ 5 വർഷം കൂടെ ഉപയോഗിക്കുന്നത്? അശക്തമായി ബുദ്ധിപരമായ നിരീക്ഷണത്തിലൂടെ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് സമയമായിരിക്കുന്നു എന്നുകൂടി അറിയിക്കാനാണ് ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഉദ്യമവുമായിട്ട് വന്നിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറയുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരുത്തി. ഇത്രയുണ്ട്. ഈ 42 ഇന്നലെ 42 പഞ്ചായത്തുകൾ, 3 മുനിസിപ്പാലിറ്റികൾ, ഇരിഞ്ഞാലക്കുട, ചാവക്കാട്, ഗുരുവായൂർ, ഒരു കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷൻ. ഇത്രയും കമ്പോണൻസ് ആണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ ഈ 42 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്താണ് BJP കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷം ഇപ്പൊ ഈ നവംബറിൽ തന്നെ. ഈ 10 വർഷത്തിനിടയ്ക്ക് 2016 ഞാൻ രാജ്യസഭാ അംഗമായി വന്നതിന് ശേഷം ഇതൊക്കെ മൈക്കങ്ങ് വല്ലാണ്ട് പൊലിക്കുന്നുണ്ടല്ല. ഇന്ന് വരെ ഒരു സ്ഥലത്ത് തന്നില്ല മര്യാദക്കുള്ള മൈക്ക്. എനിക്ക് ആകെ വന്നിറങ്ങിയപ്പോൾ വിഷമമായത് ഈ മാവിന്റെ ചുവട്ടിലെങ്കിലും ഒരു ചെറിയ തറ നിങ്ങൾ കെട്ടണം കേട്ടോ. ഒരു ആൽത്തറ എനിക്ക് ഇവിടെ വല്ലാണ്ട് ഒരു കരിങ്ക് വേണമെന്ന് എനിക്ക് പറയാനൊക്കെ.
പക്ഷെ ഇരിക്കാനും ഈ മരത്തിന് ചുറ്റുമുള്ള അതിന്റെ വേരിനാവശ്യമായ വളത്തിനാവശ്യമായ തടഞ്ഞു നിർത്തുന്ന ഒരു തറ എന്ന് പറയുന്നത് അതാണ് വൃക്ഷത്തിന്റെ ആവശ്യവും. സൗഹൃദം വളർത്താൻ ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നത് ഈ തറകളാണ്. അത് ഇല്ലാത്തത് എന്നെ വിഷമിപ്പിച്ചെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. 10 പരിപാടിയിൽ ഏറ്റവും മനോഹരമായ മൈക്ക് കിട്ടിയത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുർഗയുടെ പാട്ട് കഴിഞ്ഞാലും ഹൃദ്യമാണ്. അപ്പൊ വിഷയത്തിലേക്ക് വരാൻ, ആവണിശ്ശേരി പഞ്ചായത്തിൽ രാജ്യസഭാ അംഗമായി വന്നതിന് ശേഷം 2019 എടുക്കാൻ ശ്രമിച്ചു, ദത്തെടുക്കാൻ ശ്രമിച്ചു. അങ്ങനത്തെ സമ്പ്രദായമാണ്. ഗ്രാമം ദത്തെടുക്കുന്ന ഒരു സ്കീമുണ്ട് പ്രധാനമന്ത്രി. അതിലാദ്യം ഞാൻ ദത്തെടുത്ത ഗ്രാമം കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത്. അവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷനിൽ പോയാൽ കേൾക്കാം. അതുപോലെ തന്നെ 2019 ശ്രമിച്ചെങ്കിലും 2019 ഇല്ല, 20 അത് സാങ്ഷനായി വരുന്നത്. 2021 പകുതിയും കോവിഡിൽ മുങ്ങിയിരുന്നു. 21 ശേഷം എന്തൊക്കെ പദ്ധതികൾ ഒരു രാജ്യസഭാ MP യുടെ പേരിൽ ഇവിടെ നിങ്ങൾ തെരഞ്ഞെടുത്ത MP-യേക്കാൾ നല്ല വർണ്ണശബളമായി അവിടെ ചെയ്തെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തൊട്ടടുത്തല്ലേ ആർമി ചെയ്തു. അവിടെ നിന്ന് അന്വേഷിക്കണം. ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള വികസനം നടക്കുന്നത് BJP ഭരിക്കുന്ന പഞ്ചായത്തിലെ ആകാൻ സാധ്യതയുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയെടുക്കാൻ ചാവക്കാട്, ഇത് ചാവക്കാടാണ്. അപ്പോ ചാവക്കാട് മണ്ഡലത്തിൽ ദിശ മീറ്റിംഗിൽ വന്ന അവിടുത്തെ എന്താണ് ആയമ്മയുടെ പേര്? നഫീസ. ആയമ്മയോട് അങ്ങോട്ടാണ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾക്ക് അവിടെ എത്ര ഹൈമാസ്റ്റ് ലാമ്പ് വേണം, മിനി മാസ്റ്റ് വേണം, നിങ്ങൾക്ക് മറ്റ് MP ഫണ്ടിൽ നിന്ന് കിട്ടാവുന്ന സ്കൂളിന് റോഡ്, പുതിയ റോഡാണെങ്കിൽ അത് ബിൽഡിങ്ങിൽ വല്ലതും വേണമെങ്കിൽ അത് എല്ലാം ഉണ്ട് സാർ തരാമെന്ന് പറഞ്ഞ് പോയവരെ പിന്നെ പാർട്ടി വിലക്കിയതാണോ ആര് വിലക്കിയതാണെന്ന് അറിയില്ല. അവിടെ അങ്ങോട്ട് നിരന്തരം വിളിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കൂടി ഒരു പദ്ധതി പോലും കിട്ടിയിട്ടില്ല. അവിടുത്തെ പാവം ജനങ്ങൾക്ക് നിഷേധം. ഞാൻ പറഞ്ഞത് മനസ്സിലായി. ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ വാർഡ്, നഫീസയുടെ വാർഡ്, നഫീസ എന്റെ പാർട്ടിയുടെ അംഗമായാൽ മാത്രം പോരാ. ആ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ എന്റെ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ കുത്തന് പിടിച്ചു നിർത്തി ചെയ്യിച്ചിരിക്കും. അതിന് ഈ MP-ക്ക് പ്രാപ്തിയുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ 42 പഞ്ചായത്തുകളുടെ കാര്യത്തിലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിശ്ചയത്തിന് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് തരുന്ന വാക്കിനെല്ലാം നല്ല കാര്യഗമ്പിന്റെ ഉറപ്പായി. ഇത്ര എനിക്ക് പറയാം. ഇപ്പൊ നമുക്കറിയേണ്ടത് ഈ കഴിഞ്ഞ 15-20 വർഷമായിട്ട് നടക്കാത്ത, നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇപ്പോഴും നടക്കേണ്ടതായ MP ഫണ്ടിൽ നിന്ന് നടത്തിയെടുക്കാവുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ തന്നെ കീഴിലുള്ള നിരവധി പദ്ധതികളുണ്ട്. ജൽജീവൻ മിഷൻ, നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിന്റെ പ്രശ്നം, അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ നമുക്ക് RO-മാരെയും PDA ഒക്കെ വിളിച്ച് നമുക്കത് ചെയ്യിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ PMGS, ഗ്രാമീൺ സഡക് യോജന, PMAY, ആയുഷ്മാൻ ഭാരത്, ഇങ്ങനെ നിരവധികളായ പദ്ധതികളുണ്ട്. സ്റ്റേറ്റിന്റെ സഹകരണം വളരെ അത്യാവശ്യമാണ്. പക്ഷെ അതിനൊക്കെ വേണ്ടി ശാഠ്യം പിടിക്കാനും വഴക്കടിക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളാണ്, വ്യക്തിപരമായ ഒരു കാര്യങ്ങളും അത് മറ്റേ കൊണഷ്ട് രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള ചില ആൾക്കാരെ ക്ലാസ് എടുത്ത് കൊണ്ടുവന്നതിന്റെ നാടകമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് വേണ്ട, അത് നമ്മുടെ സമയം കളയുക. അതുകൊണ്ടാണ് അതിനെ നേരിടാൻ പേടിയുണ്ടായിട്ടല്ല, അത് അങ്ങനെ തന്നെ നേരിടും. അത് തന്നെയാണ് നിലപാട്, അങ്ങനെ പറ്റും. ഇത് വിഷയങ്ങൾ വളരെ കാര്യപ്രസക്തിയുള്ള, നടക്കാൻ വഴി നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളൊന്നും കൂടി ഉറപ്പുവരുത്താൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഒരു പഠനമല്ല അല്ലെങ്കിൽ അതിന്റെ തെര്യപ്പെടുത്തൽ ഇവിടെ ഉന്നയിക്കാം. ആവശ്യങ്ങൾ, അപര്യാപ്തതകൾ,
ഒക്കെ നമുക്ക് മുന്നോട്ട് ഇവിടെ വന്ന് ഉന്നയിക്കാം. സംഘങ്ങളിൽ വിക്ഷാപനം നടത്തി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായാട് സമുദായത്തിൽ ജനിച്ച 6,000-ൽ താഴെ മാത്രമേ പോപ്പുലേഷൻ. 52 കോളനികളായിട്ട് 2,900 പേരാണ് ടോട്ടൽ പോപ്പുലേഷൻ. ഞാൻ ഈ കാലഘട്ടത്തിൽ RSSന്റെ സജീവ പ്രവർത്തകനായിരുന്നു. എനിക്കിപ്പോ ഞാൻ ഈ കാലമന്ത്രി, എനിക്ക് 73 വയസ്സായി. ഞാൻ ഈ കാലമന്ത്രി RSSന്റെ സജീവ പ്രവർത്തകൻ. കുന്നംകുളം മുനിസിപ്പൽ ഹിന്ദു ഐക്യവേദിയുടെ വൈസ് ചെയർമാൻ. ഈ നായാട് സമുദായത്തെ പട്ടികവർഗമാക്കുന്നതിന് വേണ്ടി ഞാൻ കാണാത്ത മുഖ്യമന്ത്രിമാരില്ല, ഞാൻ കാണാത്ത SC/ST മന്ത്രിമാരില്ല, വകുപ്പ് സെക്രട്ടറിമാരില്ല. സകലവരും എന്നെ നേരിട്ട് വിജയമാണ്. ഇതൊരൊറ്റ കാരണം. പക്ഷേ നായാടി അല്ലെങ്കിൽ നായാടിക്ക് തത്തുല്യമായ ആ ഗ്രേഡിൽ വരും. അതും ഒരു മെമ്പറുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെയ്തു. തെലുങ്കാന, ഹരിയാന, ആന്ധ്ര ഈ കാറ്റഗറൈസേഷൻ ഓഫ് SCs. അതേത് പത്രമാണ്? ഇത് പ്രത്യേകം എടുക്കണം കേട്ടോ. നിങ്ങൾ ആ പണിയൊക്കെ ചെയ്യണം സാർ. അപ്പൊ ഒറ്റ ഗവൺമെന്റ് ഒരു അനുകൂലമായ അഭിപ്രായമില്ല. ഞാനൊരു 4 കൊല്ലം മുമ്പ് ഞങ്ങളുടെ പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിന് ഒരു മെമ്മോറണ്ടം കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് ഹയസ്റ്റ് ലെവൽ കെട്ടാട്സ് കേരള ഗവൺമെന്റ് മിനിസ്റ്റർ സെക്രട്ടറി എല്ലാവരുമായിട്ട് ഷാഫി പറമ്പിൽ സംസാരിച്ചിട്ട് ആ സർക്കുലർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ റെക്കമെൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഈസ് കൺസിസ്റ്റന്റ് റിജക്ടിങ് ഇറ്റ്. വാട്ട് വി ക്യാൻ ഡു. സെൻട്രൽ കേരള ഗവൺമെന്റിന്റെ ലെറ്ററിന്റെ കോപ്പി ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ ലെറ്ററിന്റെ റെഫറൻസ് ഉണ്ട്. അപ്പോൾ only way is സെൻട്രൽ ഗവൺമെന്റിന്റെ ലെറ്ററിന്റെ കോപ്പി beautiful it is under the first pages. ഇതിലാണ്. ഇത് കെട്ടാസ് റെക്കമെൻഡ് ചെയ്ത് ലിസ്റ്റ് താഴെ ഉണ്ട് സാറ്. തൊട്ട് താഴെ അത് നായാടി കമ്മ്യൂണിറ്റി എക്സംപ്ഷൻ കമ്മിറ്റി ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് സാധനമാണ്. ഇതാണ് മെമ്മോറണ്ടത്തിന്റെ ഫ്രണ്ട് പേജ് സാറേ. ഇതാണ് ഫ്രണ്ട് പേജ്. ഓക്കെ സാർ. കേരള പോലീസ് സർവീസിലും കേരള ഗവൺമെന്റിന്റെ ഒരു സർവീസിലും നായാടികളുന്നില്ല. ടോട്ടൽ അവാർഡ് ഇവനാണ് ആദ്യമായി അവസാനമായി കേരള പോലീസിൽ ഇപ്പോൾ കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് രാമൂർ പോലീസ് ട്രെയിനിങ് കോളേജിൽ ഇവർ SIR കയറി. ബട്ട് ഫോർ നോ ബഡി കേരള ഗവൺമെന്റിൽ ഒരു സ്കാൻറ്റി പ്രസൻസ് അല്ല. Already we belong to scheduled caste community. Our request to you is we may try to get it as make it as scheduled tribe. So that sir,
വിചാരിച്ച ഷെഡ്യൂൾ കാസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന്. ഷെഡ്യൂൾ കാസ്റ്റ് ആൾറെഡി അല്ല എസ് ടി കൂടുതൽ മാറ്റുന്നുണ്ടല്ലോ സാർ. ST ക്ലാസിഫിക്കേഷൻ ആ ഗ്രേഡിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ? ഇറ്റ് ഈസ് മെൻഷൻഡ് ഇൻ ക്രിട്ടാസ് റെക്കമെൻഡേഷൻ. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. സാധ്യതയെ ഇല്ല എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. സാധ്യതയെ ഇല്ല എന്നാണ്, പക്ഷെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. അടുത്ത വിഷയം ഞാൻ അന്വേഷിച്ചിട്ട് മറുപടി. അഡ്വക്കേറ്റ് പ്രേംജി പോൾ, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഗുരുവായൂരാണ്. റെയിൽവേ ഭവനിൽ പോയിട്ട് നമ്മൾ പെറ്റീഷൻ കൊടുത്തിരുന്നു. ഡൽഹിയിൽ പോയിരുന്നു, അത് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്നു. ഹാൽട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് നിയർ ബൈ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഹാൽട്ട് റെയിൽവേ സ്റ്റേഷന്റെ ഒരു പോയിന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാങ്ഷൻ ആയിട്ടുണ്ട്. അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലുണ്ടെങ്കിൽ പെറ്റീഷൻ ഓൾറെഡി സബ്മിറ്റഡ്. അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അതല്ല, റെയിൽവേ ഡിവിഷനിൽ കൊടുത്തിട്ട് അതുപോലെ സ്റ്റേഷനായിട്ട് ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ എന്നൊരു പോയിന്റ് ഇല്ല. അതോടുകൂടി ഡബിൾ ലൈൻ ഓൾറെഡി റെയിൽവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് നിന്ന് വന്നു. ഇവിടെ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. രാമനഗരത്തിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം തന്നിട്ടുണ്ട്. അഞ്ച് കിലോമീറ്റർ കൂടുതലുണ്ട്. ഇതിൽ ജംഗ്ഷനായിട്ട് വരും. ഏരിയ കവർ ചെയ്യുമ്പോൾ വേറെ ജംഗ്ഷനായിട്ട് വരും. തൃശ്ശൂരാണ് വരുന്നത്. അമല സ്റ്റേഷൻ നിർത്തി. ഒരു ഗ്രാമമാണ്. കൃഷി പഠനം ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. ചുറ്റുപാടും ഭാഗമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവിടെ വായിക്ക് പോകാൻ എനിക്ക് പറ്റില്ല, അങ്ങേക്ക് പോകാൻ പറ്റില്ല, വെളിക്ക് വരാൻ പറ്റില്ല. അതെ, ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലപാട് നമ്മൾ എടുക്കുന്ന ലക്ഷ്യങ്ങളാണ്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മളെ ആൾക്കാരോട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് 3 വയസ്സിൽ ചെറിയ ഗ്രാമമാണ്. ഈ പാലങ്ങൾ കാണുന്ന ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, തെക്കോട്ട് പോകാൻ പറ്റില്ല, വടക്കോട്ട് പോകാൻ പറ്റില്ല, കിഴക്കോട്ട് പോകാൻ പറ്റില്ല, വടക്കാട്ട് പോകാൻ പറ്റില്ല. MLA പറഞ്ഞു എല്ലാ ഭരണങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിനോട് സാക്ഷാനോട് പറഞ്ഞ കാരണങ്ങൾ പറയും. നിങ്ങൾക്ക് നടന്നില്ല സംഭവം. അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ
ഭയങ്കര വിഷയമാണ്. പിന്നെ നിങ്ങൾ ഒരു റോഡ് ഈ കോക്കൂരിനും പറക്കൂർക്ക് വെട്ടിയിട്ടുണ്ട്. അതിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ റോഡ് പുതിയ റോഡും ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റിൽ ഉണ്ടാക്കുന്ന റോഡാണ് അത്. പിന്നെ നിങ്ങൾ സ്വന്തം കാര്യത്തിന് ആവശ്യപ്പെട്ട് റോഡാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. കൃഷി സ്ഥലത്താണ്, കൃഷി മുഴുവൻ കൃഷിയാണ്. കോക്കൂരിൽ കൊണ്ട് പറക്കൂര് കൃഷി സ്ഥലമാണ്, വീട് കുട്ടികളാണ്. നിങ്ങൾ ഇത് 6 കൊല്ലത്തോളമായി നടക്കും. ഈ 3 വർഷം റോഡ് ഈ റോഡ് ബ്രഹ്മാനന്ദ സാർ മുമ്പാണ്. തെരഞ്ഞെടുത്ത 2 പഞ്ചായത്ത് മെമ്പർമാര് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോയി. അത് മുല്ലശ്ശേരി 2 പ്രാവശ്യം തെരഞ്ഞെടുത്ത 6 പറയുമ്പോൾ 2 പേര് മെമ്പർമാര് വന്നിട്ടുണ്ട്. 2 MLA-മാരും നടന്നില്ല. അപ്പൊ അത് എത്രയും പെട്ടെന്ന് സാറ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറിനോട് ചെയ്യാതെ ചെയ്യിക്കുക. ഞങ്ങള് പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവരോടൊക്കെ തന്നെ ഇരിക്കണം പറഞ്ഞതിന്റെ ശരി സർ. അതേസമയം ഇത് മുമ്പ് കാർ ചെയ്തിട്ടില്ലാത്ത പൂർണ്ണമാകാത്ത ഒരു റോഡാണ്. ഇതൊരു പൂർണ്ണ റോഡാക്കി എടുക്കാനാണെങ്കിൽ എന്റെ SP ഫണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തീർന്ന റോഡ് തകർന്നതാണോ എന്ന് ചോദിച്ചത്. അതെ എന്ന് റോഡും താഴ്ന്നു. അതാണെങ്കിൽ MP ഫണ്ട് ചെയ്ത് നമുക്ക് കൊടുത്തിട്ട് വിജയിക്കും. അതല്ല പുതിയൊരു റോഡിന്റെ നിർമ്മാണമാണെങ്കിൽ എന്ത് പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യുന്ന ഉപകാരം പഞ്ചായത്തിൻ്റെ സാങ്ഷൻ വേണ്ടി നിങ്ങൾ പഞ്ചായത്തിൽ പോയി സമർപ്പണം ചെയ്ത് അവരെ കൊണ്ട് NOC എസ്റ്റിമേറ്റും കാര്യങ്ങളും ഇട്ടിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇതാണ് അതിൻ്റെ മാർഗം. പക്ഷേ ഇത് നിലവിലുണ്ടായിരുന്ന കാറിൻ്റെ റോഡ് തകർന്നതായതുകൊണ്ട് ഇതിനെ ഫണ്ടില്ല. MLA-ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ വേണ്ടത്? MP എന്താ നിലയിൽ കയ്യൊഴിയാനൊക്കെ പക്ഷേ ഇത് സാധിച്ചു തരാൻ സാധിച്ചു വരുന്നതിന് സമ്മർദ്ദം രാഷ്ട്രീയ കക്ഷികളുടെ മുദ്രാവാക്യം നിങ്ങളൊരു സമരം ചെയ്യുകയായിരുന്നു. പിന്നീട് വന്നു സാറ് നേരത്തെ രാഷ്ട്രീയം പറയണം, ചിലപ്പോൾ രാഷ്ട്രീയം പറയേണ്ടി വരുന്ന നേരത്തെ പ്രസംഗിച്ചു. ആ രൂപമാവും പിന്നെ തിരിഞ്ഞു വരുമ്പോൾ അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ വളരെ ഗോപ്യമായിട്ട് അങ്ങ് പറയുന്നത്. ഇതേ ഉള്ളൂ മാർഗം. ഇനി ഈ വരുന്ന ഇലക്ഷനിൽ അവിടെ MLA-യും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരെയും എൻ്റെ ആൾക്കാരാക്കി തന്നാൽ ഞങ്ങൾ സാറേ ഞങ്ങൾ കൂടുതൽ വെയിറ്റ് വരെ സാറിനോട് പറഞ്ഞാണെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ സംസാരിച്ചത്. ദിശ മീറ്റിംഗ് അവിടെ പഞ്ചായത്ത് സെക്രട്ടറിമാർ അവിടെ വന്നിട്ടൊന്നും ദിശ കളക്ടറേറ്റ് ആദ്യം അവിടെ വന്ന് പറയാം. നമസ്കാരം സുഹൃത്തുക്കള. എനിക്ക് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മുടെ ഇടവള്ളി പഞ്ചായത്തിന്റെ ഒരു പദ്ധതി ഈ ഹരിതകർമ്മസേനയായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി ഇടിയിട്ടുണ്ട്. ഒരു മറ്റത്തൂർ പഞ്ചായത്തിലെ വൈറലായ ഒരു വീഡിയോ പോലെ ഒരു വണ്ടി നശിച്ച് നമ്മുടെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോ അത്തരത്തിലൊരു പദ്ധതി നമുക്ക് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും കൊണ്ടുവരുമ്പോൾ അതിന്റെ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ വണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പഞ്ചായത്തിനായാലും മുനിസിപ്പാലിറ്റിക്കായാലും അവർക്ക് കിട്ടി. അതിന്റെ ഫ്യൂച്ചർ അതെന്തായി എങ്ങനെയായി എന്നറിയാൻ വേണ്ടി ഒരു റെക്കോർഡിക്കലായിട്ടുള്ളൊരു സിസ്റ്റം, ആ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും ഒരു ബാക്കിങ് അങ്ങനെ അതെ ഇത് കിട്ടിയ ഒരു സംഭവം ഇപ്പൊ നശിച്ചു കിടക്കാണ്. ആ നശിച്ചു കിടക്കുന്നതിന് നമുക്ക് വീണ്ടും അതിനെ പോവാനായിട്ട് ആ നശിക്കാനുള്ള കാരണം ഇതെങ്കിലും ഫോളോ അപ്പ് ഒരു ഇതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങൾ ഇല്ലാണ്ടാവും.
ഇതിനൊരു ഉദാഹരണം കാണാനായിട്ട് ഞാനിപ്പോ ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യില്. അറിയോ അതിനിടയ്ക്ക് അവിടെ പോയി പടം നാളെ ഞാൻ മുറിക്കാൻ വരാതെ കഴിച്ചു. അറിയോ കേസ്? കേസ് അറിയോ? ഇതിപ്പോ നമ്മുടെ ഈ ഇടവള്ളി പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ള നമ്മുടെ ഈ ഹരിതകർമ്മസേനയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു വണ്ടിയാണിത്, ഇലക്ട്രിക് വണ്ടി. ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഉപയോഗിച്ചു ഇവിടെ സൈഡിൽ കിടക്കുകയാണ്. ആ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ കേരള സർക്കാരിനായി പോലും നമുക്കൊരു പഞ്ചായത്തിന് ഒരു വണ്ടി കിട്ടി, പിന്നെ അത് എന്ത് ചെയ്തു എന്നുള്ളൊരു ഫോളോ അപ്പ്, ആ ഒരു ഫോളോ അപ്പ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നശിച്ചു പോകുന്നത്. ആദ്യം RTI വഴി ഇന്ന രജിസ്ട്രേഷൻ നമ്പറിൽ ഹരിത കർമ്മസേനയ്ക്ക് കൊടുത്ത വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് റെക്കോർഡിക്കലായിട്ട് RTI എടുക്കണം. അപ്പോൾ അവർ അന്വേഷിക്കാതെ മറുപടി തരാനൊക്കെ അത് വെച്ച് പിടിക്കും. കേട്ടോ, ഇതിനെന്ത് വിലയാണ്? എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് നമുക്കറിയോ? നമുക്ക് രാഷ്ട്രീയം മാറ്റി വയ്ക്കാം. ഇല്ല, അതിന് പകരം ഇപ്പൊ ഒരു പുതിയ വണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പുതിയതാണ്. ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ? അതിന് മാത്രമല്ല, ഇതേപ്പോ ഇത്രയും ഫണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്തിൽ ആപ്സായി കിടക്കുന്നുണ്ടാവില്ലേ ഒരു പദ്ധതിയുടെ പേരിൽ, അതിനെ ഒരു കണക്ട് ചെയ്തിട്ട് ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇത്രയും ഒരു കാര്യം. ഇപ്പൊ നമ്മുടെ ഈ ഇലവള്ളി പഞ്ചായത്തില് ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് കൃത്യമായിട്ട് ഒരു കളിക്കാനായിട്ടുള്ളൊരു കളിയിടം, ഇപ്പോ അമ്മമാർക്കായാലും മറ്റുള്ള ആൾക്കായാലും ഒരു വന്നിട്ട് ഒരു വൈകുന്നേരങ്ങളിൽ അവരുടേതായിട്ടുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഒന്ന് എക്സസൈസ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതില്ല ഇവിടെ ഈ പഞ്ചായത്തില്. പഞ്ചായത്തിൽ എത്ര വാർഡുണ്ട്? 18 വാർഡ്. 18 വാർഡ്. എത്രയായിരിക്കും ഇതിന്റെ വിസ്തീർണം? എത്ര സ്ക്വയർ കിലോമീറ്റർ ആയിരിക്കും ഇതിന്റെ വിസ്തീർണം? ശരി, എത്ര ഗ്രൗണ്ട് ഉണ്ട് ഇലവള്ളി? നിലവിലെ പഞ്ചായത്തിന് ഉണ്ടായിരുന്ന ഗ്രൗണ്ടിലാണ് ഇപ്പൊ ഒരു പുതിയ കെട്ടിടം പണിയുന്നത്. പിന്നെയുള്ളതൊരു ഹൈസ്കൂൾ ഗ്രൗണ്ടാണ്. നിലവിൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഉണ്ട്. നമുക്ക് ഗുരുവായൂര് അമൃതവത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ 5 കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങളിപ്പോ ഇന്ന് രാവിലെ ഇവിടെ പോയിട്ട് കളിച്ചത്. കഴിഞ്ഞാൽ തന്നെ അത് ഗ്രൗണ്ടായി മാറും. അതിന്റെ ഒരു ഭാഗത്ത് ആവശ്യമായ ബിൽഡിംഗാണ്. എല്ലാവരും വിളിക്കുന്നത് മീറ്റിംഗിൽ ശരി, ഞാൻ മൈക്കിനെ പ്രശംസിച്ചത് വെറുതെ മൈക്കിനെ പുകഴ്ത്തിയത് വെറുതെ ആയിപ്പോയത്. ഞാൻ മോദിയുടെ ശിഷ്യയാണ്. എല്ലാവരെയും കൂടി ദിശ മീറ്റിംഗിലേക്ക് വിളിച്ചാൽ പിന്നെ അവിടെ നടക്കേണ്ട പരിപാടി നടക്കാറുണ്ട്. പക്ഷെ ദിശ മീറ്റിംഗിൽ ചോദിക്കേണ്ട കൃത്യമായ ഇളവള്ളി ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ കാര്യം, ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ ഒരു ബിൽഡിംഗ് കെട്ടിപ്പൊട്ടുന്നു, അടുത്തതൊരെണ്ണം ഹെലിപാഡ് ആക്കാൻ നോക്കുന്നു, വേറൊരെണ്ണം ചപ്പ് ചവറിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബിൽഡിംഗ് കെട്ടുന്നത് ഈ ചപ്പ് ചവറിട്ട് ഒരു ഗ്രൗണ്ടിലാണ്. അത് റോഡ് കൊടുക്കുമ്പോൾ വേസ്റ്റ് കൊണ്ടുവന്നത് അവിടെയാണ്. ഈ ചോദ്യം നമ്മൾ അവിടെ ഉന്നയിക്കണം. ഇത് ഒരു ഷീറ്റിൽ എഴുതിയിരിക്കുക, അങ്ങനെ ഒരു ബണ്ടിൽ എഴുതി അവിടെ വെച്ച് ചോദിച്ചിട്ട് അതിന് മറുപടി പറയാൻ തയ്യാറായി സെക്രട്ടറി തരണം.
അത് റെയിൽവേക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിച്ച പോലെ ഇളവള്ളി പാലസിന്റെ കിഴക്കോട്ട് ഒരു റോഡ് കൊണ്ട് ഒരു 100 കുടുംബങ്ങളിൽ താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിന് നടുക്കൂടെ ഒരു റെയിൽവേ വന്നു. റെയിൽവേ വന്നപ്പോൾ അതിന് തൊട്ടൊരു റോഡ് കൊണ്ട് ഒരു കച്ചാ റോഡാണ്. അത് ഇല്ല. ആ റോഡ് ഇപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാനൊന്നും പഞ്ചായത്തിന് ചെയ്യാൻ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നില്ല. അത് റെയിൽവേയുടെ പെർമിഷൻ പണ്ട് റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണോ? റെയിൽവേ പ്രോപ്പർട്ടിയാണ്. റോഡ് റെയിൽവേ അത് റോഡ് റെയിൽവേ പ്രോപ്പർട്ടി റെയിൽവേ 20 മീറ്ററിനുള്ളിലാണ്. റെയിൽവേ പ്രോപ്പർട്ടി ഇൻ ബിറ്റ്വീൻ റെയിൽവേയിൽ 30 മീറ്റർ വേണമെന്നാണ്. അതുകൊണ്ട് റെയിൽവേ പ്രോപ്പർട്ടിയാണ്. അതിൽപ്പെട്ടതാണ്. അത് ഇതിനു മുമ്പേ ഇത് പല നാഷണൽ പരിഗണന സബ്മിറ്റ് ചെയ്തിരുന്നു. ഈവൻ റെയിൽവേയുടെ പ്രോപ്പർട്ടി ആണെങ്കിൽ 20 മീറ്റർ ആണെങ്കിൽ ഇന്റർലോക്ക് ഇട്ട റോഡ് പണി ചെയ്യാൻ കാശ് കൊടുക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ചെയ്യുന്നു. കഴിഞ്ഞു. ആ വിഷയം അടുത്തതാരാ? അടുത്ത മാർച്ച് കഴിഞ്ഞ് 5 കോടി പക്ഷേ എനിക്ക് ആദ്യം ഉറപ്പുവരുത്തത് പഞ്ചായത്തിൻ്റെ ആണോ അതോ റെയിൽവേയുടെ അതോ പുറമ്പോക്കാണെങ്കിൽ ഒട്ടുമേ ശ്രീരാമേന്ദ്രൻ മോനെ ആക്സിഡന്റ് പറ്റിയിട്ട് അതിന്റെ അപേക്ഷ കൊടുത്തു. അത് നടന്നു. PMNRF നടക്കുന്നതാണെങ്കിൽ സാധിക്കും. PMNRFിന്റെ ഫോം അതിന്റെ പാരാഫർമേലിയ അതവിടെ ഓപ്ഷൻ അതുവഴി കൊടുക്കാം. അല്ല അങ്ങനല്ല ഫോം എന്റെ വാർഡിലെ ഒരു കാക്കത്തിരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു തിരുത്തുണ്ട്. ആ തിരുത്തുന്ന 20 SC വിഭാഗമാണ് താമസിക്കുന്നത്. മൊത്തം 22 വീടാണ്. അതിൽ 2 ഇടവകയ്ക്കൊക്കെ SC-കാരാണ്. അവർക്ക് ഇങ്ങനെ വെച്ചാൽ എല്ലാ വർഷവും ഈ വർഷം 3 പ്രാവശ്യമല്ല, അതായത് PG ചിമ്മിണി ഡാമിൽ തുറന്നാൽ അപ്പൊ അവർക്ക് സഞ്ചാരയോഗ്യമല്ല. അവർ വീട്ടിലേക്ക് വെള്ളം കയറി. പക്ഷെ വാങ്ങിയിൽ നിന്നും തിരുവിലേക്ക് പോകുന്ന റോഡ് പാടത്തു കൂടിയാണ്. അപ്പൊ ആ റോഡ് ഫുള്ള് വെള്ളം. അപ്പൊ അവര് ഈ വെള്ളം വയ്ക്കുന്നവരെ ഒന്നുകിൽ അവിടെ നിൽക്കണം, അല്ലെങ്കിൽ കൂടുതലാകുമ്പോൾ നമ്മൾ സ്കൂളിലേക്ക് അവരെ കൊണ്ടുവരണം. ഇപ്പൊ പഞ്ചായത്ത് MLA ഫണ്ടും പഞ്ചായത്തിന്റെ ഫണ്ടും വെച്ചിട്ട് അവിടെ ഒരു പാലം നിർമ്മിച്ചു. 40 ലക്ഷം രൂപയ്ക്ക് ഒരു പാലം നിർമ്മിച്ചു. പക്ഷെ പാലം നിർമ്മിച്ചിട്ട് ഇക്കൊല്ലം ആദ്യമായിട്ട് 3 പ്രാവശ്യം നടന്നു. പക്ഷെ ആ പാലം കൂടെ തൂവണ വെള്ളം റോഡ് ഉയർത്തിയാൽ മാത്രമേ അവിടുത്തെ ശരിക്കുള്ള ആ പരിഹാരം കാണാൻ പറ്റുള്ളൂ. റോഡ് എന്ന് പറഞ്ഞാൽ പാടത്തിന്റെ അടുത്തുള്ള റോഡാണ്. അപ്പൊ നമ്മളിത് കയറ്റി റോഡിനെ ഉയർത്തി ഇടയ്ക്ക് കൽവെട്ട് ഇട്ട് കൊടുക്കണം. അല്ലാതെ ഒരു പാലത്തിൽ കൂടെ മാത്രം പോകുന്ന വെള്ളമല്ല അവിടെ ഇപ്പൊ കയറുന്നത്. 20 SC കോളനിയാണ്. അത് 2018 വെള്ളം കയറിയിട്ട് തന്നെ അവരുടെ വീടുകൾ ഒരുവിധം പഴകി ദ്രവിച്ച് നിൽക്കുന്ന വീടുകളും കൂടിയിട്ടാണ്. അതെ, കാര്യങ്ങളുള്ള റോഡാണ്. അത് ചെയ്തിട്ട് പൊട്ടിപ്പോളില്ല. എന്താ വെച്ചാൽ എല്ലാ കൊല്ലം വെള്ളം വരുമ്പോ ചെയ്യാനുള്ള അവകാശം SC ഒന്നും ഞങ്ങൾ SC ഫണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് SC വീടുകൾ മാത്രം നോക്കിയിട്ടല്ല റോഡ് കൊടുക്കുന്നത്. പഞ്ചായത്ത് നമ്മളോട് അറിയിക്കും. എന്താ വെച്ചാൽ അതിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശത്തുമുള്ള ഭൂമി എല്ലാ ഭൂമികളും ഇപ്പോൾ SC-കാരില്ല. അവർ താമസിക്കുന്ന 3 സെന്റ് 5 സെന്റ് ബാക്കിയൊക്കെ വലിയ വൻകിട ആൾക്കാരുടെ കയ്യിലാണ് ഭൂമി മൊത്തം. അവർക്ക് അല്ലെങ്കിൽ വീട് റിപ്പയർ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതൊക്കെ സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രി പിന്നെ പിന്നോക്ക വിഭാഗത്തിന്റെ മന്ത്രിയും അതിന്റെ വകുപ്പുമുണ്ട്. അവരത് നോക്കണം.
ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്താണ് ഏറ്റവും അടിസ്ഥാന ഭരണ നിർവഹണ കേന്ദ്രം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്താണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു വാർഡാണ്. അതിലും താഴെയുള്ള യൂണിറ്റ് നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഒരു വാർഡിനകത്ത് 10 റെസിഡൻസ് അസോസിയേഷൻ. പക്ഷെ അതൊന്നും ഒഫീഷ്യലാണ്, അതൊക്കെ സംഘടനകൾ മാത്രമാണ്. അപ്പോൾ ഗവൺമെന്റ് ഭരണത്തിൻ്റെ ഭാഗമാകുന്ന അടിസ്ഥാന പ്രവർത്തന ബോഡി എന്ന് പറയുന്നത് ഒരു വാർഡാണ്. അങ്ങനെ 21 വാർഡ് അല്ലേ ഇളവള്ളി പഞ്ചായത്ത് 18 വാർഡുകൾ അടങ്ങുന്ന പഞ്ചായത്താണ് ബേസിക് ഓഫ് ഗവൺമെന്റ്. അവരുടെ ഫണ്ട് വിവിധ ബഡ്ജറ്റിൽ വകവെച്ചിട്ടുണ്ടെന്നതിനകത്തുനിന്ന് തികയാതെ വകുപ്പ് പ്രകാരം തിരിച്ചു മാറ്റി സോഷ്യൽ വെൽഫെയർ മിനിസ്ട്രിയിൽ നിന്ന് ഇത്ര വരുത്താം, ഹെൽത്തിൽ നിന്ന് ഇത്ര വരുത്താം, ഇറിഗേഷനിൽ നിന്ന് ഇത്ര വരുത്താം, അഗ്രികൾച്ചറിൽ നിന്ന് ഇത്ര വരുത്താം, വാട്ടർ അതോറിറ്റിയുടെ ഇത്ര വരുത്താം എന്ന് പറഞ്ഞ് ഓരോ വകുപ്പുകളും അത് 5 വർഷം കൊണ്ട് ഒരു പഞ്ചായത്തിൻ്റെ ആ പഞ്ചായത്തിനെ അതിന് സഹായിക്കുന്നത് ഈ പഞ്ചായത്ത് വാർഡ് മെമ്പർമാരാണ്. ഇതിനകത്ത് പുതുതായി റോഡ് വരുന്നതിന് ഈ പഞ്ചായത്ത് BJP ആയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് തന്നെ അല്ലേ. ആ ബുദ്ധിമുട്ട് വിചാരിക്കാതെ വന്നാൽ അവർക്ക് ചില കാര്യങ്ങൾ MP ലാഡ്സിൻ്റെ MP ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് അതിനകത്തുനിന്ന് കിട്ടാവുന്നത് അഡ്വാൻസ് ആ കാര്യം ഞാൻ പറഞ്ഞത്. നഫീസാത്ത ഇതുവരെ പിടിവരുന്നില്ല. ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മുല്ലശ്ശേരി, പാവറട്ടി, എളവള്ളി പഞ്ചായത്തിന്റെ ചില വാർഡുകളുമായി ബന്ധപ്പെട്ട് അവിടെ ഉപ്പുവെള്ളം വരുന്നുണ്ട്. ഉപ്പുവെള്ളമാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊരു ടൂറിസം പ്രപ്പോസലായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെന്താ ചെയ്യുന്നത്, അവിടെ ഒരു ടൂറിസം പ്രോജക്റ്റും ആ ഉപ്പുവെള്ളം മാതാനി ഡാമിൽ നിന്ന് വരുന്നതും കട്ടുപാടിൽ നിന്ന് വരുന്നതും വെള്ളം ശേഖരിച്ച് കുടിവെള്ളം ശേഖരിച്ച് സംഭരണം ചെയ്യാനായിട്ട് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല സാറിന്റെ അടുത്ത് ടൂറിസം പ്രൊജക്ട് ടൂറിസം പ്രപ്പോസലാണ്. ടൂറിസം അതല്ല നിങ്ങൾക്കതിനുള്ള അവകാശം നിങ്ങളുടെ സ്വീകരിക്കാനുള്ള അവകാശം നിങ്ങളത് സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കണം. അവിടെ നിന്ന് പ്രപ്പോസൽ തരണം. അപ്പോൾ ഞങ്ങൾ 1 കോടി തരുമെന്ന് പറഞ്ഞാൽ അവർ 2 കോടി അതിനകത്ത് ഇറക്കണം. അങ്ങനെ ഉണ്ടെങ്കിലേ അവർ ഞങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യും. ഇത് നിയമമാണ്. കുടിവെള്ളം വരുന്നത് 3 പഞ്ചായത്തുകളെ സംബന്ധിച്ച് വരുന്നത് ഉപ്പുവെള്ളമാണ്. അല്ല അത് മാത്രമല്ല, അവിടെ ഹൈഡ്രോളിക് ഒരു റെഗുലേറ്റർ വെച്ച് അതുപോലെ വേറൊരു പോസ്റ്റ് എയിംസ് തൃശ്ശൂരെ കൈപ്പിടരുത്. സെക്കൻഡ് ചോയ്സ് തന്നില്ലെങ്കിൽ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അത് തൃശ്ശൂരിന്റെ ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് 400 ഏക്കർ സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. 40 മീറ്റർ എൻട്രൻസ് വഴിയും പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ കൈവിടരുത് തൃശ്ശൂർക്കാരന്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഫോറസ്റ്റ് കൺസർവേഷന്റെ കീഴിലാണ് കൊണ്ടുവരുന്നതാണ്. 400 ഏക്കർ പ്രപ്പോസലാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർക്കാരെ കൈവിടരുത്. ഇല്ല പറഞ്ഞിട്ടില്ല, പക്ഷെ കൈവിടരുത്, പരിഗണിക്കണം. കർഷക റോഡെന്ന് പറയും. അത് ടാർ ചെയ്തിട്ടില്ല വരെ ആൾക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നും വരെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് മണ്ണ് കളിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടില്ല വരെയൊക്കെ. നമുക്കറിയാൻ പോകാനുള്ളത്
തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കൊച്ചിൻ ഫ്രോണ്ടിയർ തോടാണ് ഉള്ളത്. അതിന് വെള്ളം വന്നാൽ ഞങ്ങൾക്കൊന്നും അതിന് പോകാൻ പറ്റില്ല. ഹലോ ഹലോ നമ്മളെ കോട്ടയത്തെ കാലയ്ക്കായിട്ട് ഒരു തോട് കന്നാലി കൊണ്ടുപോകാൻ വടക്ക് ഭാഗത്ത് കുറെ കന്നാലികൾ കൊണ്ടുപോകാൻ സ്ഥലമുണ്ട്. അത് ഇപ്പോൾ വീര്യം കളിക്കുന്നുണ്ട്. കൽപ്പത്തെ മാറുതി തെങ്ങും തൈയൊക്കെ വെച്ച് പിടിച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ട്. അത് എപ്പോഴത്തെ ആൾക്കാർക്ക് കുളിക്കാനും എല്ലാവരും തയ്പ്പിച്ച് കൊടുക്കും. ആരും പഞ്ചായത്തിന് ആരും ശരിയാക്കി തരുന്നത് കൽപ്പത്തെ വടക്കേ ഭാഗത്ത് ഇങ്ങനെ വഴിയുണ്ട്. അതും കഷ്ടപ്പെട്ട് വെച്ചിരിക്കണം. അത് കവടിക്ക് പിള്ളേർക്ക് കളിക്കാൻ പോകാനും ഒക്കെ സൗകര്യമാണ്. മറ്റേ ഇവിടെ കോട്ടയിൽ തോടുണ്ട്. കണ്ണുകൊട്ടെ രാവിലെ മക്കളും അതുപോലെ അത് മുതലും ശരിയാക്കി കൊടുക്കണം. തോടുണ്ട്, കൈവരി തോട് പോയിരുന്നു. ആ താഴെ സ്റ്റോപ്പായിരുന്നു. അതാണ് പറഞ്ഞത്. കുളിപ്പടവിന്റെ കാര്യം അയാള് കയ്യേറിയിട്ട് അയാൾ കയ്യേറിയതാ. നോക്കട്ടെ, അന്വേഷിക്കട്ടെ. എന്താ പേരെന്താ? ഒന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് പറഞ്ഞു ജസ്റ്റിനുമായിട്ട് ഞാനൊരു ഭാഗ്യക്കുറി വിൽപ്പന തൊഴിലാളിയാണ്. പുതിയ GST പ്രകാരം ഒട്ടനവധി സാധനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട്. ഭാഗ്യക്കുറി മാത്രം നിലവിലുണ്ടായിരുന്ന 28% നിന്നും 40% ഉയർന്നു. ഇതുമൂലം ഈ സമ്മാനഘടനയിൽ വ്യത്യാസം വരുത്തുകയും കമ്മീഷൻ എല്ലാം വെട്ടിക്കുറച്ച് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറി തൊഴിലാളികളും. ഈ 40% എന്ന സ്കീമിൽ നിന്ന് അല്പമെങ്കിലും പുറകിലേക്ക് കൊണ്ടുവരുവാൻ കേന്ദ്ര ധനകാര്യ സമിതിയെ അങ്ങ് അല്പം സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. സമ്മർദ്ദമല്ല, ഞാൻ അപേക്ഷ കൊടുത്തു. പക്ഷെ ആദ്യം എനിക്കിത് അന്വേഷിക്കാം. ഇതിന് നികുതി ഉയർത്തിയതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം അവര് എല്ലാ സമ്മാനങ്ങളിലും വെട്ടിച്ചുരുക്കി കമ്മീഷൻ വെട്ടിച്ചുരുക്കി എല്ലാം ചെയ്തിരുന്നു. വലിയ ഭീമമായ തുക നൽകിയാണ് ഞാൻ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 500-ലധികം രൂപ വാടകയായിട്ട് കൊടുക്കേണ്ടതായിരുന്നു. 26-ാം തീയതി മുതൽ ഈ പരിപാടി നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ്. കേരളത്തിലെ എല്ലാ ലോട്ടറി തൊഴിലാളികളും നിരാലംബരായ ഹാൻഡിക്യാപ്ഡായ ആളുകൾ എല്ലാം ചെയ്യുന്ന ബിസിനസ് ഇനി നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സാറിന്റെ പ്രത്യേക ശ്രദ്ധ ഇതിലുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി, കേരളത്തിലെ എല്ലാ ഭാഗ്യക്കുറി തൊഴിലാളികൾക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ MRI സ്കാൻ ചെയ്യാനുള്ള സൗകര്യമില്ല. അവിടെ ഉള്ളതൊരു സ്വകാര്യ ലാബിന്റെയാണ് ഉള്ളത്. ഈ പാവപ്പെട്ട രോഗികൾ ചെയ്യുമ്പോൾ അവർക്ക് പൈസ കൊടുത്ത് സ്കാൻ ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്? ഹിന്ദി ലാബ് മെഡിക്കൽ കോളേജിന്റെ മന്ത്രി അറിയാം. പുതിയ മെഡിക്കൽ കോളേജിലാണ്. മാസിന്റെ കീഴിലാണ്.
നമസ്കാരം. നമ്മുടെ തൃശ്ശൂർ പുതിയ മെഡിക്കൽ കോളേജിൽ MRI സ്കാനിംഗ് സ്വകാര്യ സ്ഥാപനമാണ്. പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്ന് അവരെ പിന്തുണയ്ക്കാൻ സർക്കാർ വെല്ലുവിളിക്കുകയും 10% BPL കാർഡുള്ളവർക്ക് സൗജന്യം ഉണ്ടായിരുന്നു. നമുക്കിതൊന്ന് ഫീൽ കൊടുക്കാനായിട്ട് പക്ഷെ അത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ആണ് സ്വകാര്യ സ്ഥാപനം. മെഡിക്കൽ കോളേജിൽ വിളിച്ചു ചോദിച്ചാലും പറയുന്നത് സ്വകാര്യ ലാബ് എന്നാണ്, പേരും ഈ ഹിന്ദു ലാബ് എന്നാണ്. അവരത് പറയും. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ആണ് മെഷീൻ അവിടെ വരുന്നത്. കേരള സർക്കാരിൻ്റെ അടുത്ത് ഫണ്ടില്ല മെഷീൻ വാങ്ങാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഔദാര്യമായിരുന്നു. രോഗികൾ പൈസ അടച്ചിട്ടാണ് സ്കാൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ആവശ്യപ്പെട്ടത് പൈസ അടയ്ക്കുന്നതെങ്കിലും ഫണ്ട് മെഷീനൊന്നും വേണ്ട. പക്ഷേ കേരള സർക്കാരിന് രോഗികളുടെ ബില്ലെങ്കിലും കൊടുക്കാതെ അതൊന്നും സാധ്യത. അപ്പോൾ പറഞ്ഞു 10% മൊത്തം അവിടെ വരുന്ന പേഷ്യൻസിൽ നിന്ന് 10% പേർക്ക് അത് BPL കാർഡുള്ളവർക്ക് സൗജന്യം എന്ന് പറയുന്ന വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് 100 പേരിൽ നിന്ന് 10 പേർക്കാണ് അതിന്റെ ഉപയോഗം കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പോലും 8000 ഇപ്പൊ 15,000 കുറഞ്ഞ് ഒന്നുമില്ല. ഈ കാട്ടിന്റെ ഹോസ്പിറ്റലിന്റെ അകത്ത് ഇതിനുള്ള സൗകര്യം ചെയ്തു തരണം. ചെയ്തു തരണമെന്ന് പറയരുത്, ചെയ്തു തരാമെന്ന് ഞാൻ പറയുന്നില്ല. താങ്ക് യു. സാർ നമസ്കാരം. ഞാൻ എളവള്ളി പഞ്ചായത്തിന് 14 വാർഡ് പൂവത്തൂരാണ് സ്ഥലം. അവിടെ എളവള്ളി പഞ്ചായത്തിന്റെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്, ജലനിധി എന്നാണ് പറയുന്നത്. അതില് 6 മാസം ഉപ്പുവെള്ളം, 6 മാസം അതായത് മഴക്കാലത്ത് നല്ലവെള്ളമാണ് കിട്ടുന്നത്. ഈ 6 മാസം ഉപ്പുവെള്ളം വരുന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവാൻ സാധ്യത ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പഞ്ചായത്തിനൊക്കെ ഇഷ്ടംപോലെ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ട് MLA ഇത് ആരോടാണ് പറയുക, എങ്ങനെയാണ് അതിന്റെ പേരൊന്നും അറിയില്ല. എല്ലാം ഇത് MLA പറയുകയാണ്, ഇത് MP ചെയ്യേണ്ടതാണെന്ന് എഴുതി. ഇവരുടെ ഈ MLA ഓഫീസൊക്കെ ഉള്ളത് MLA എഴുതി തരണം. അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ ഇത് MP ചെയ്യേണ്ടതാണ്. ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി
പദ്ധതിയാണ്, ഇത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണെന്ന് എഴുതി തരാൻ പറയും. ഈ ജൽജീവൻ മിഷൻ വഴിയൊക്കെ നമുക്ക് അവിടെ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കണക്ഷനെ കൊടുക്കും ഞങ്ങള്, വെള്ളം കൊടുക്കില്ല. വെള്ളം കൊടുക്കുന്നത് 6 മാസം ഉപ്പുവെള്ളമാണ് കിട്ടുന്നത്. ഓരോ പദ്ധതിക്കും നിഷ്കർഷിക്കപ്പെടുന്ന അതിന്റെ പ്രവർത്തന സംവിധാനങ്ങൾ അതിൽ പറയും ഇത്ര കൂടി ഞങ്ങൾ അതിന് ആനുപാതികമായിട്ട് 20%, 40%, 60, 80. ഈ 80 എന്നുള്ളത് അങ്ങോട്ടും കയറാം ഇങ്ങോട്ടും കയറാം. അപ്പൊ അത് പാലിച്ചേ പറ്റും. അപ്പൊ ഏതാണ്ട് 64,000 അതിൽ 20%, 40% സംസ്ഥാന സർക്കാർ കൊടുക്കണം. നയാ പൈസ കൊടുത്തിട്ടില്ല. 5,000 കോടി എങ്ങാണ്ട് കൊടുത്തിട്ട് ഞങ്ങളാണ് അതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ച് നടക്കുക അല്ലേ? ഇടിഞ്ഞ് എവിടെങ്കിലുമൊക്കെ ഒഴിയുമ്പോഴേക്കും അയ്യോ ഞങ്ങൾക്ക് ആ പ്രദേശം അറിയില്ല എന്ന് പറയും അല്ലേ? കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുക്കാനും കൈയൊഴിയാനും നിന്നിട്ടുണ്ട്. അവർ പണി ചെയ്ത് പോകുന്നത്. ഇത് 2026 മാർച്ച് മാസം കമ്മീഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് മഴയൊക്കെ വളരെ സമയം തെറ്റിയും കാലം തെറ്റിയും ക്രമാതീതവുമായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺട്രാക്ടർമാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നിർബന്ധിച്ച ആ മഴയത്തൊക്കെ മഴഞ്ഞിട്ട് അതെല്ലാം കൂടെ നിലംപൊട്ടിയാൽ നമ്മുടെ ജീവനും സ്വത്തിനും എല്ലാം ഒരു വലിയ കേടുമാണ്. അപ്പം അതുകൊണ്ട് ആ സാവകാശം അവർക്ക് കൊടുത്തിരിക്കുന്നത് 27-ലെങ്കിലും ഇത് കംപ്ലീറ്റ് ആവണമെന്ന് തന്നെയാണ് നിർബന്ധം. ഷാട്ടിലും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുന്നതാണ് നമ്മൾ. അല്ലാതെ കേരള സർക്കാർ കാശ് തരാത്തതുകൊണ്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ റോഡ് ബിൽഡിങ്ങിന് വേണ്ടി റോഡ് പണിയുന്നതിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ വരുന്നതിന്റെ GST ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അതൊന്ന് കുറച്ച് കേട്ടോ. ഇത്രയൊക്കെ നടക്കുന്നുണ്ട്. പൈപ്പ് ഇട്ട് ജൽജീവൻ മിഷൻ കൊണ്ടുവന്ന് നിശ്ചിത റൂട്ട് പ്രഖ്യാപിച്ച് അതിന്റെ എഗ്രിമെന്റ് പ്രകാരം അത് ചെയ്തിട്ട് കൊടുക്കും. വീടുകൾക്ക് ഉള്ള ലൈൻ വലിച്ച് അതിൽ വെള്ളം എല്ലാ പ്രദേശത്തും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ. എന്റെ വീട്ടില് കിണറില്ല. അപ്പൊ ഈ 6 മാസം ഉപ്പുവെള്ളം വരുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടുള്ള പറഞ്ഞ പോലെ അവിടെ ഇടിയഞ്ചിറ റെഗുലേറ്റർ കം ബ്രിഡ്ജ് അങ്ങനൊരു സംഭവമുണ്ട്. അതിന്റെ എന്തോ ഷട്ടർ റെഡിയാക്കാൻ എന്ന പേരിലോ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ ഏത് ഗവൺമെന്റ് ആണ് ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്? അത് കറക്റ്റായിട്ട് ചെയ്യാത്തതിന്റെ പേരിലാണ് സംഭവിക്കുന്നത്. അല്ല, പഞ്ചായത്താണോ ബ്ലോക്കാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിക്കാം. ഇത് പ്രഖ്യാപിച്ചാൽ മതി. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അല്ല, ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കട്ടെ. സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും പ്രഖ്യാപിക്കട്ടെ. ഇത് നമുക്ക് അത് വഴിയോ ഏനമാ റെഗുലേറ്ററിന്റെ പിന്നാലെയാണ് ഞാൻ 2022 പകുതി മുതൽ എന്ന് പറയുമ്പോൾ 2.5 വർഷമായി. ഇതുവരെ അത് എന്നെ കൊണ്ട് തീറ്റിച്ചിട്ടില്ല. അവിടെ ഉള്ളെടുത്ത് തിന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? കളക്ടറോട് ചോദിച്ചാൽ പറയാം അത് KRLDC, ഇപ്പുറത്ത് വാട്ടർ അതോറിറ്റി, PWD എന്ന് പറഞ്ഞ് ഈ 2.5 വർഷമാണ് പഴയ കളക്ടറും അത് ഞാൻ MP അല്ലാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. ഇപ്പൊ MP ആയതിനു ശേഷം 2 പ്രാവശ്യം കളക്ടറെ ആ സ്പോട്ടിലേക്ക് വിളിച്ചിട്ട് വന്നിട്ടില്ല. മറ്റുള്ളവരുടെ അത് ഈ കൂട്ടത്തിൽ മറുപടി കേട്ടാലേ കയ്യടി വരിക. കംപ്ലൈന്റ് ചെയ്യുന്നത് കേൾക്കില്ല. ഇവിടുത്തെ MLA പാർട്ടി സെക്രട്ടറി അബ്ദുൽ ഖാദർ ഷർട്ടാക്കാൻ പറ്റാനില്ല. ഏതുമാരുടെ കാര്യം പറയുന്ന കാര്യം
വെള്ളം കയറിയാണ് വെള്ളം കയറി കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെയോ അല്ല, ഇറിഗേഷൻ്റെയോ അല്ല, PWDയുടെയോ അല്ല, ഇത് കേരളത്തിൻ്റെതേ അല്ല. സൈഡിൽ പിടിച്ചെടുത്താൽ വെള്ളക്കെട്ട് വരുന്നത് നമ്മുടെ തൊട്ടത് അംഗൻവാടിയാണ്. കുറേ വർഷങ്ങളായിട്ട് നവീകരിക്കാത്ത കാരണം കൊണ്ട് കുറച്ച് വീടുകൾ ഈ മഴക്കാലം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വെള്ളം കടന്നത്. ഈ തോട് ഈ പാലം നവീകരിക്കാൻ അതുപോലെ തന്നെ അവിടെ കർഷകരോട് 10-30 വർഷത്തിലധികമായി ഇവിടുത്തെ പഞ്ചായത്തുകാരെ ഒന്ന് അയക്കുമോ എൻ്റെ ഓഫീസിലേക്ക്? പഞ്ചായത്തിന്റെ പ്രസിഡന്റോട് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണേ ഇല്ല. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്ത് പറ ഒന്ന്